എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാർട്ട് 1 കാണാത്തവരെ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കണ്ടാൽ മതി. കാരണം കുറേ കാര്യങ്ങൾ മനസ്സിലാവാതെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാർട്ട് 1 കാണുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ വിങ്സിൻ്റെ സൈഡ് മുഴുവൻ കവർ ചെയ്യാണ്. യെല്ലോ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡ് മുഴുവൻ കൊടുക്കുന്നത്. നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയാണ് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ വിങ്സിൻ്റെ നല്ല ടിപ്പുകളിലും കൊടുക്കുക. ഇനി അപ്പർ വിങ് ഫ്യൂസലേജിൽ കണക്ട് ചെയ്യാനുള്ള അടുത്ത ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആ പിക്ചേഴ്സിലും വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അപ്പർ വിങ്ങിന് താഴത്തേക്ക് 4 സ്ട്രക്ചറുകൾ പോകുന്നത്. അപ്പം അതിനായി ആദ്യം തന്നെ ഞാൻ 4 ഹോൾസ് അളവെടുത്തിട്ടുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹോൾസിലേക്ക് സ്ക്യൂ സ്റ്റിക്സ് കൊടുക്കുകയാണ്. ബാർബിക്യൂവിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്ക്യൂ സ്റ്റിക്സ് ആണ് ഈ സാധനം. ഇതാവുമ്പോൾ ഇറുക്കിലേക്കാളും കുറച്ചും കൂടി വിടുത്ത് കൂടുതലാണ്. സ്റ്റിക്സ് ഇറക്കി വെക്കുമ്പോൾ ബലം കിട്ടാൻ വേണ്ടി താഴെ ഒരു ബേസ്മെൻ്റ് ആയിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടുന്ന വരെ അമർത്തി പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പീസിലേക്കാണ് ഞാൻ സ്ക്യൂ സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുപോലെ 2 ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ പീസ് 2 ഹോൾസിനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്ക്യൂ സ്റ്റിക്സ് വെക്കാം. പിക്ചേഴ്സിലും വീഡിയോസിലൊക്കെ നോക്കി ഇതിൻ്റെ വിങ്സിൻ്റെ അവിടെയും 2 കമ്പ് പോണത് കാണാം. ഇതും സ്ക്യൂ സ്റ്റിക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ടും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു 60 സെൻറ്റിമീറ്റർ അളവിൽ 2 പോയിന്റ് എടുത്തിട്ട് ഒരു പാരലലോഗ്രാം വരച്ചുണ്ടാക്കണം. പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എല്ലാ സൈഡും പാരലായിട്ടിരിക്കും. അതിൻ്റെ നടുക്കിൽ ഇതുപോലെ എൻ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഒരു വരയും കൂടി വരയ്ക്കണം. നയൻ സെൻറ്റിമീറ്ററാണ് ഞാൻ ഉയരം കൊടുക്കണം. 6 സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ നേരത്തെ എടുത്തത് ചിറകിൻ്റെ 3/4 ഭാഗം. അത് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്സ് അളവുകളിൽ വെട്ടിയെടുക്കണം. ഫ്ലക്സ് കിക്ക് വെച്ചിട്ട് ഞാൻ അതിൻ്റെ എഡ്ജസ് ഒട്ടിക്കുകയാണ്. അതാകുമ്പോൾ നല്ല ബലത്തിലിരിക്കും. ശക്തി കിട്ടാൻ വേണ്ടി ഒരു പെയറും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് ബേസിലേക്ക് ഒട്ടിക്കാം. അതും ഇതുപോലെ ഫ്ലക്സ് കിക്ക് വെച്ച് ഒട്ടിക്കണം. ഫ്ലക്സ് കിക്ക് വെച്ച് ഒട്ടിക്കുമ്പോൾ നമ്മൾ കുറേ നേരം അത് പിടിച്ച് നിൽക്കണം. ഉണങ്ങി കഴിയുന്നവരെ പിടിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ അത് വിട്ടുപോരും. ഇതുപോലെ 2 ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിങ്സിൻ്റെ 2 സൈഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇത് നമുക്ക് നേരെ താഴെയുള്ള വിങ്സിലേക്കും വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്യൂ സ്റ്റിക്സ് ഞാൻ ഓട്ടേക്കൂടെ ഐസ്ക്രീം സ്റ്റിക്സ് ബേസിൻ്റെ മുകളിലേക്ക് ഫ്ലക്സ് കിക്ക് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ മുകളിൽ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരിക്കുകയാണ്. ഈ റെക്റ്റാങ്കിളിലാണ് നമ്മൾ അപ്പർ വിങ്സ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിൻ്റെ താഴെ ഉള്ള വിങ്സിൽ മെഷർ എടുക്കാം. എവിടെയാണ് ഈ സൈഡിലുള്ള 2 സ്ട്രക്ചർ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ശരിക്കും പ്ലെയിൻ ഉണ്ടാക്കുമ്പോൾ മെറ്റലിൻ്റെ പൈപ്പ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. പൈപ്പുകൾ തമ്മിൽ ബോൾട്ട് തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിനി ഇത് യെല്ലോ ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്യാണ്. പെയിൻറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പെയിൻറ്റ് ചെയ്യാം. പക്ഷെ പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫിനിഷിങ് ചാർട്ട് പേപ്പർ വെച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം സെൻട്രൽ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് അപ്പർ വിങ്സ് കൂട്ടിട്ടിയുള്ള സ്ഥലം. ഇനി നമുക്ക് ഫ്യൂസലേജിന് പെയിന്റ് അടിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ഫ്യൂസലേജിന്റെ നേരത്തെ എടുത്ത പോലെ ഒരു 3ാമത്തെ കട്ടൗട്ട് യെല്ലോ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഗ്രാഫിക്സ് പോലെ എന്തെങ്കിലും വരച്ച് ചേർക്കാം. എന്നിട്ട് ഫ്യൂസലേജിന്റെ മുകളിൽ കവർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അടുത്തത് എഞ്ചിൻ കവർ ഉണ്ടാക്കാനാണ് പോകുന്നത്. റേഡിയൽ എഞ്ചിൻ ഇതിൻ്റെ അകത്ത് ഹൗസ് ചെയ്യാനുള്ള കവറാണ് ഈ സംഭവം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പഴയ പാത്രത്തിൻ്റെ മൂടിയാണ്. ഇതിനാകുമ്പോൾ ഫ്രണ്ടിലൊരു കർവും ഉണ്ട്, കുറച്ച് അത്യാവശ്യം നീളമുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വേസ്റ്റാക്കി കളയരുത്. നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് തന്നെ റേഡിയൽ എഞ്ചിൻ്റെ പ്രൊപ്പലർ പുറത്തേക്ക് വരാനുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഹോളിൽ ഞാൻ ഇനി റേഡിയൽ എഞ്ചിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാൻ പോവുകയാണ്. റേഡിയൽ എഞ്ചിൻ തന്നെ ഉണ്ടാക്കുന്നവർക്ക് തന്നെ ഉണ്ടാക്കാം. അതിന് പകരം ഇങ്ങനെ എഞ്ചിൻ കവർ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ടൂത്ത് പിക്സ് വെച്ചിട്ട് റേഡിയൽ എഞ്ചിൻ്റെ സിലിണ്ടറുകളുടെ ഷേപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്.
ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ പീസസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് ഒരു മിനി മോട്ടറിൻ്റെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി 2 ബാറ്ററി, ഒരു സ്വിച്ച്, ഒരു മോട്ടർ. ഞാൻ പെയിൻറ് ചെയ്തു ബ്ലാക്കും സിൽവറും കളറിൽ. ആ സൈഡിൽ നിൽക്കുന്ന അഡ്ജസ്റ്റിൽ പശ തേച്ചിട്ട് നമ്മുടെ ഈ എൻജിൻ കവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് മോട്ടർ. അപ്പോൾ നമുക്ക് റേഡിയൽ എൻജിൻ കവറിൻ്റെ അകത്ത് ഇരിക്കണ ഒരു മോഡൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്യൂസലാജിൻ്റെ അകത്തേക്ക് കടത്തി വയ്ക്കാം. അപ്പോൾ ബാറ്ററി ഏറ്റവും പിന്നിലേക്ക് പോകുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി പുറത്തേക്ക് കാണില്ല, കോക്ക്പിറ്റ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമോടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് നമുക്ക് കയ്യെത്താവുന്ന ദൂരത്ത് ഉപയോഗിക്കാൻ എളുപ്പത്തിന് രണ്ടാമത്തെ കോക്ക്പിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഫ്ലക്സ് കിക്ക് ചുട്ടിച്ചിരിക്കുകയാണ്. അതിന് ബേസ് കൊടുക്കാൻ വേണ്ടി ഐസ്ക്രീം സ്റ്റിക്സ് നിങ്ങൾക്ക് ഒപ്പോട്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററി ഇരിക്കുന്ന സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇനി ഞാൻ കോക്ക്പിറ്റ് വയ്ക്കാൻ 2 സീറ്റ് ഉണ്ടാക്കാൻ പോകുന്നു. അതിന് വേണ്ടി ഇതുപോലെ കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് 2 സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുകയാണ്. സിംഗാറിൽ കാണാൻ പോലത്തെ കപ്പ് സീറ്റില്ലേ, അങ്ങനത്തെ സീറ്റുകളാണ് പ്ലെയിൻ അത് യൂസ് ചെയ്യണം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായുവിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തെറിച്ച് പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് റെഡ് സ്ട്രിപ്പ് വെച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഉണ്ടാക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ആയി. ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പൈലറ്റിനായിരിക്കും. അപ്പോൾ ഇത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. പശ തേച്ച് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തിരിക്കാം. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സ്റ്റിക്ക് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലാപ്പുകൾ, ആ ഫ്ലാപ്പുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു കൺട്രോൾ സ്റ്റിക്ക് ഉണ്ട്. അതിനായിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നേരത്തെ പോലെ നമ്മൾ ടൈലും ഫ്യൂസലാജും യെല്ലോ ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്ത പോലെ വിങ്സും ഞാൻ കവർ ചെയ്യാണ്. ഇത് കുറച്ച് ട്രിക്ക് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇതുപോലെ ഈ നമ്മൾ ഒട്ടിച്ച് കൊടുത്തില്ല വിങ്സിൻ്റെ സൈഡിൽ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് നമ്മളൊരു പൈപ്പിങ് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഒന്നും തടസ്സമില്ലാതെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. യെല്ലോ ചാർട്ട് പേപ്പർ അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുറേ ലൈനിലിട്ടിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പോൾ മടക്ക് വീണതിൻ്റെ പാട് ആ പേപ്പറിൻ്റെ മുകളിൽ കാണാം. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിക്ചറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് കുറേ ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത് കാണാം. അതിൻ്റെ മുകളിൽ പൊതിയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരും. അത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. പ്ലെയിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് വിൻഡ് ഷീൽഡാണ്. ബൈക്കിൻ്റെ ഫ്രണ്ടിലും കാറിൻ്റെ കാണുന്ന പോലെ വിൻഡ് ഷീൽഡാണ്. ഇതിന് വേണ്ടി ഞാനൊരു ട്രാൻസ്പെറൻറ്റ് കവറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു അരിക് കൊടുക്കുകയാണ്. ഈ അരികാണ് സാധാരണ ഈ വിൻഡ് ഷീൽഡിന് ബലം കൊടുക്കുന്നതും സ്ട്രക്ചർ കൊടുക്കുന്നതും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് അത് അതിന് അത്രയ്ക്കും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു വിൻഡ് ഷീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതുപോലെ അരികിലൊക്കെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്നത് പ്രൊപ്പലറാണ്. ഞാൻ അവിടെ മരത്തിൻ്റെ ഒരു പ്രൊപ്പലർ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് മരത്തോണ്ട് ഉണ്ടാക്കാം. ഫിനിഷിങ് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു കൊക്കക്കോളയുടെ ക്യാൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് പോലെ മുറിച്ചെടുത്തിട്ട് നടു മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് നോക്കിയാൽ കാണാം ഒരു കർവ് കാണാം. ഈ കർവാണ് കാറ്റുണ്ടാകാൻ വേണ്ടി ഫാനുകളിൽ യൂസ് ചെയ്യുന്ന സംഭവം. ഇപ്പം ഇതിന് നാച്ചുറലായിട്ട് കർവുള്ളതുകൊണ്ട് നമുക്കിത് നേരിട്ട് ഉപയോഗിക്കാം, കുഴപ്പമില്ല. കർവ് എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പ്രൊപ്പലറിൻ്റെ ഷേപ്പിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ ഐസ്ക്രീം സ്റ്റിക്ക് പ്രൊപ്പലറിൽ നോക്കിയാൽ കാണാം അതേ സെയിം ഷേപ്പാണ്. നടുക്കിൽ ഞാനൊരു പഴയ പാനയുടെ മൂടി പോലത്തെ സംഭവം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്ലക്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിയിരിക്കും. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാൻഡിങ് ഗിയറാണ്. ലാൻഡിങ് ഗിയർ ഇതുപോലെ നമ്മൾ നേരത്തെ ടൈലിൻ്റെ വീൽസ് ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ചും കൂടി റേഡിയസ് കൂടിയുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി ലാൻഡിങ് ഗിയറിൻ്റെ കവറാണ് അടുത്ത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അത് ഇതുപോലെ കട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് സൈഡിൽ മുഴുവൻ പല്ലുകൾ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഈ പല്ല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കവറുകൾ തമ്മിൽ 2 സൈഡും കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലെ പീസ്
മുകളിലൊരു കർവ് ചെയ്തിട്ടുള്ളൊരു പീസില്ലേ, അതിനെ മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീൽ കവർ കിട്ടും. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും ഏകദേശം. ഇതിൻ്റെ അകത്താണ് വീല് വരാൻ. വിൻറ്റേജ് എയർപ്ലെയിൻസിനൊക്കെ കാണുന്നൊരു സംഭവമാണ് ഇതുപോലത്തെ വീൽ കവർ. ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ വ്യക്തമായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ തയ്യാറായി. നിങ്ങൾക്കും ഈ ക്രാഫ്റ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.